നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി അമ്മയും സാഗറിനെയും മീനാക്ഷിയും വിളിക്കാത്തതാണോ വിഷമത്തിന് കാരണം? അത് നമ്മൾ തന്നെ തീരുമാനിച്ചതല്ലേ. അന്ന് വിരുന്നിന് പോയ അനുഭവം ഇനി ഉണ്ടാവണ്ടെന്ന് വെച്ച് നമ്മൾ മാത്രം പോയാ മതിന്ന് അല്ലേ? ഇനി വിരുന്നിന് പോയ ദിവസത്തെ പ്രശ്നങ്ങളാണോ? മമ്മി അന്ന് കാണിച്ചതിനൊക്കെ പകരമായി ബാലുവിനെ കൊണ്ട് തന്നെ തിരിച്ചു പറയിപ്പിച്ചില്ലേ? മമ്മി അച്ഛമ്മയൊക്കെ ബാലു ആവശ്യത്തിന് പറഞ്ഞില്ലേ? അന്നത്തോടെ മനസ്സും ക്ലീൻ ആയെന്നും ബാലു തന്നെ പറഞ്ഞല്ലോ. നമുക്കിപ്പൊ തല ഉയർത്തി തന്നെ അങ്ങോട്ട് പോകാം. എന്താ ബാലു പെട്ടെന്ന് മനസ്സ് മാറാനുള്ള കാരണം എന്താ? താൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ ഇത് ഓഫീസൊന്നുമല്ല. ഇവിടെ താൻ CEO അല്ല. ഭരണപരിഷ്കാരവും ഉത്തരവുകളൊക്കെ അങ്ങ് ഓഫീസിൽ മതി. ആ, ഞാൻ ഉദ്ദേശിച്ച അതേ കാര്യം തന്നെ. പ്രശ്നം അത് തന്നെയാ. ഇന്ന് ഓഫീസിലെ ആ മീറ്റിംഗ്, അവിടെ വെച്ച് കിരൺ ഇൻസെന്റീവ് പ്രഖ്യാപിച്ചതും അതിന്റെയൊക്കെ ഒരു ചൊരുക്ക് അല്ലേ? എന്തോന്നാ ചൊരുക്കോ? പുതിയ പുതിയ പ്രയോഗങ്ങളാണല്ലോ ഓരോ ദിവസവും കൊണ്ടുവരുന്നത്. ചൊരുക്ക്, ഇൻസെന്റീവ് പ്രഖ്യാപിക്കുന്നതിന് എനിക്ക് ചൊരുക്കും ദേഷ്യവും വരേണ്ട കാര്യം എന്താ? ശങ്കരൻ വീണ്ടും തെങ്ങിയ തന്നെ മനസ്സിലായി. ബാലു പറ, ഞാൻ ഈ ജോലി രാജിവെക്കണോ? അന്ന് ബാലു രാജിക്കാര്യം പറഞ്ഞപ്പോ ഞാൻ എതിർത്തു. എതിർക്കാനുള്ള കാരണവും ഞാൻ പറഞ്ഞു. പക്ഷെ ബാലുവിനൊന്നും മനസ്സിലാവുന്നില്ല. കിരൺ എന്റെ ശത്രുവാ, നമ്മുടെ ശത്രുവാ. അത് നിനക്കും അറിയാം. ഒരു ശത്രുവിന്റെ ഓഫീസില് സന്തോഷിച്ച് കഴിയുന്നത് എന്തിനാ? എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അയാൾ ഒരു ശത്രു ആണ് എന്നതുകൂടിയാ. എന്താ? അയാള് ശത്രു ആയതുകൊണ്ടാ അവിടെ തുടരുന്നേന്ന്. എന്തുകൊണ്ടാ കിരണിന്റെ ഓഫീസിൽ തുടരേണ്ടതെന്നുള്ളതിന് പല കാരണങ്ങളും ഞാൻ അന്ന് പറഞ്ഞു. ആരെങ്കിലും പേടിച്ച് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഓടിക്കൊണ്ടിരുന്ന തന്നെ തുടരാൻ ഞാൻ നിർബന്ധം പിടിക്കുന്നത്. കിരണിന്റെ മനസ്സിൽ ഇപ്പൊ ബിസിനസ് മാത്രമേ ഉള്ളെന്നാ എന്റെ വിശ്വാസം. അഥവാ ഒരു വൈരാഗ്യം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് അവന്റെ ഓഫീസിൽ തന്നെ തുടരുന്നതാ. ബാലുവിന്റെ മനസ്സ് വിഷമിക്കേണ്ടെന്ന് വെച്ചിട്ടാ ഞാനിത് ഇതുവരെ പറയാത്തത്. സത്യം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.